അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. DGP സാറിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ പൂമഴ പെയ്യുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അതെ, DGP സാർ പറഞ്ഞു അധികം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ നിക്കാഹ് വേണം എന്നുള്ളത്. എന്നാൽ അത് കേട്ടപ്പോൾ ശരിക്കും ആയിഷ സന്തോഷിച്ചു. എന്നാൽ ഒരിക്കൽ കൂടി DGP സാറ് മകളെ അടുത്ത് വിളിച്ച് ചോദിച്ചു, മോളെ ആയിഷ. എന്ത് പാപ്പ? മോളെ, നിൻ്റെ നിക്കാഹ് നടത്തുകയാണ് ബാപ്പ, നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ് ഷമീർ SIക്ക് വേണ്ടിയിട്ട് നിന്നെ. എൻ്റെ പൊന്നുമോളോട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അവരുടെ വീട്ടിലുണ്ടാവില്ല. റോഡ് സൗകര്യം ഉണ്ടാവില്ല. ശരിക്കും ഒരു കുഗ്രാമം, ഒരു വയൽ നടുവിലെ വീട്, അങ്ങനെയൊക്കെയാണ്. എൻ്റെ മോളെ ഞാൻ നിരാശപ്പെടുത്തുകയല്ല, എൻ്റെ പൊന്നുമോളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. മോളെ, മോൾക്ക് പൂർണ്ണ സമ്മതമാണല്ലോ ഇതിനല്ലേ? കാര്യം അവൻ നല്ല മോനാണ്, ഉമ്മയും നല്ലതാണ്. ഇനിയിപ്പോൾ ആ വീടിൻ്റെ കാര്യവും പിന്നെ വാഹന സൗകര്യത്തിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക്, ഇത്രയും സൗകര്യത്തിൽ ജീവിച്ച് എൻ്റെ കുട്ടിക്ക് അതൊക്കെ ഉൾക്കൊള്ളാനാകുമോ എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നുമല്ല, മോളുടെ ഇഷ്ടം നടത്താം, പക്ഷെ ഒന്നുകൂടി മോൾക്ക് ആലോചിക്കാനുണ്ടോ? ബാപ്പ, എന്താലോചിക്കാനും ബാപ്പ? ഇന്ന് വരെ ഞാൻ ഇത്ര വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ കഴിയുമെങ്കിൽ, ഒരു പക്ഷേ ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാപ്പ, എൻ്റെ വീട് എന്തായിരിക്കും? അതൊരു മണ്ണറയാവില്ലേ? തൻ്റെ മോളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും DGP സാർ ഒന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും പറയല്ലേ ഉപ്പാൻ്റെ പൊന്നു മോള്. ഉപ്പാൻ്റെ കുട്ടിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല ബാപ്പ, പൂർണ്ണ സമ്മതമേ ഉള്ളൂ. ശരിക്കും ആ പിതാവ് ആ മകളെ ചേർത്ത് പിടിച്ചു. പിന്നെ നിക്കാഹും കല്യാണമൊക്കെ ഒരു ദിവസം കൂടെ ആക്കാം. പിന്നെ ആദ്യം നിക്കാഹ് കഴിച്ചിടും, പിന്നെ കല്യാണം. അതിൻ്റെ ആവശ്യമില്ല, രണ്ടും ഒരുപോലെ ഒപ്പാക്കാം കേട്ടോ. ഉമ്മയും അത് സമ്മതിച്ചു. എന്നാൽ ഉമ്മ പറഞ്ഞു, അതെ, കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നമ്മളെ ഫാമിലിയിൽപ്പെട്ടവരെ ഇനി അവരുടെ ആ വീടും ഇതൊക്കെ കാണുമ്പോഴെന്തെങ്കിലും കമൻസ് പറയും. എടി, നീ വിഷമിക്കല്ലേ. അതെ, നമ്മുടെ മകളുടെ സന്തോഷം, ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതെ, ശരി തന്നെയാണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടിയുടെ ദാമ്പത്യ ജീവിതം നീ സന്തോഷത്തിലാക്കല്ല. ആ ഉമ്മയും ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം ആസിഫ് സാറിനെ വിളിക്കുന്നു നമ്മുടെ DGP സാർ. ഹലോ ആസിഫ്, എവിടെ? ഇവിടേക്ക് ഉണ്ട്. അല്ല, എന്തായി സാറേ? മോളുടെ കല്യാണത്തിൻ്റെ മോനെ, ഇനി വൈകിക്കണ്ട, നമുക്ക് നല്ലൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച അങ്ങ് ആക്കിയാലോ? അടുത്ത സൺഡേ ആണോ? പോലീസുകാർക്ക് ലീവുള്ള ദിവസം അങ്ങനെ ആക്കാം, സൺഡേ. സാറേ, പിന്നെ സൺഡേ എനിക്ക് വേറൊരു കല്യാണം ഉണ്ട്. അതായത് ഇന്നാണ് എൻ്റെ നിശ്ചയം നടക്കുന്നത് ഇന്നാണ്. കല്യാണമാണ് സൺഡേ ആക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിശ്ചയ ദിവസമാണ്. അങ്ങനെ. ആരുടേതാ അത്? എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. ഫ്രണ്ട് ഗൾഫിലാണ്. അപ്പോൾ അവനോട് വിളിച്ച് പറഞ്ഞു, എടാ പെങ്ങളെ എൻഗേജ്മെൻ്റ് ഉണ്ടെന്ന്, നീ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ കുറച്ച് ബിസിയാണ് കല്യാണത്തിൻ്റെ അന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച ആകാനാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതാ ആസിഫ് സാറ് അത് പറഞ്ഞപ്പോൾ DGP സാർ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ഡേറ്റ് ഒന്ന് നോക്കിയിട്ടാക്കാം. കാരണം നീയൊക്കെ ഇല്ലാതെ പിന്നെ എന്താ? സാർ, അതെന്താ വെച്ചാൽ അവനും ഞാനും അങ്ങനെ ബന്ധമാണ്. പിന്നെ അവനിങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേ എനിക്ക് പിന്നെ എതിര് പറയാനും വയ്യല്ലോ. അത് ആദ്യമേ പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ വിഷയമില്ലായിരുന്നു. അങ്ങനെ പറയായിരുന്നു, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അത് വേണ്ട, ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാലേ തീർച്ചയായും അങ്ങോട്ട് എത്തുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ക്ഷണം സ്വീകരിക്കാതിരിക്കരുത്. കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. ആരെങ്കിലും ക്ഷണിച്ചാൽ പോകലും നമ്മളെ കടമയാണ്, പറയൽ അവരുടെ കടമയും. അപ്പോൾ നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കാൻ മറക്കരുത്, അത് എവിടെയായാലും. DGP സാറിൻ്റെ ആ ഒരു വാക്ക് ശരിക്കും ആസിഫിനെ ചിന്തിപ്പിച്ചു. സർ, നിങ്ങൾ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് അത് സാരല്ല, നീ ഏറ്റതാണെങ്കിൽ അവിടെ പോകുക തന്നെ വേണം, അത് കഴിഞ്ഞിട്ടാക്കാമല്ലോ. എന്താ, നമുക്ക് ബേജാറൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് കണ്ട് കഴിഞ്ഞ് കിട്ടിയാലേ അവൻ്റെ കൈകളിൽ കണ്ട് ഏൽപ്പിച്ച് കിട്ടിയ സമാധാനമായി എന്നൊരു തോന്നലിപ്പോൾ എനിക്ക് വരികയാണ്. എന്നാൽ പിന്നെ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ പിറ്റേ ദിവസം നോക്കട്ടെ, കല്യാണം അടുത്ത ആഴ്ച തന്നെ പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാ, ഞാൻ സാറേ നോക്കിയിട്ട് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഇന്നാണ് നമ്മുടെ
നൂറയുടെ എൻഗേജ്മെൻറ്റ്, അവളുടെ നിശ്ചയം ഇന്നാണ്. തലേ ദിവസം അതാ നമ്മുടെ ഷാഹുലിൻ്റെ ഉമ്മ പോകുവാൻ വേണ്ടി നിന്നിരുന്നു. പക്ഷെ ഷാഹുൽ പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ അങ്ങോട്ടൊന്നും ഒരിക്കൽ പോലും പോകരുത്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, നമ്മൾ പാവങ്ങളാണ്, ഒരിക്കലും നമ്മൾ അവരും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ പോലും അതിനോട് വേണ്ട. മനസ്സിൽ തോന്നിയ ഇഷ്ടം ഉണ്ടെങ്കിലും അത് സമ്പത്തിൻ്റെ പേരിലും സ്വത്തിൻ്റെ പേരിലും അത് അകന്നു പോകും. എനിക്ക് എന്താ ഉമ്മ ഞാൻ ചെയ്യാം? മോനെ നീ വിഷമിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും, നീ വിഷമിക്കല്ലേ ഉമ്മ, ഇന്നൊരിക്കലും നിങ്ങൾ തൽക്കാലം പോവരുത് കേട്ടോ. എന്നാൽ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു തലേ ദിവസം രാത്രി ശരിക്കും അവളെ ബാപ്പ നല്ലോണം ഉപദ്രവിച്ചിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഫോൺ എടുത്തതിൻ്റെ പേരിലും അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാൽ അവൾ ഒരുപാട് സങ്കടപ്പെട്ടു. പഠിച്ചോനെ, എൻ്റെ വിധി എന്താ ഇങ്ങനെ എന്നോർത്ത്. പക്ഷെ അവനെ അറിയിക്കണം, ഷാഹുലിനെ. ഒന്നുമല്ല, വെറുതെ ഒരു അറിയിക്കൽ മാത്രം. അറിയിക്കാൻ ഞാനൊരു പക്ഷേ അവൻ വീണ്ടും വേണ്ട, അതറിയിക്കൊന്നും വേണ്ട. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ പിറ്റേ ദിവസം എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം എല്ലാവരും വീട്ടിലേക്ക് എത്തിത്തുടങ്ങി. അതെ, അവളുടെ മൂത്താപ്പയുടെ മക്കളും മൂത്തമ്മയുടെ മക്കളുമായിട്ട് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു നിമിഷം അവളുടെ കൂട്ടുകാരി ഷഹനയുടെ നിക്കാഹ് കഴിഞ്ഞതാണ്. ഷഹനയുടെ കയ്യിൽ ഫോണുമുണ്ട്. ഒരു നിമിഷം അവൾക്ക് തോന്നി, റബ്ബേ, അവളുടെ ഫോണിൽ നിന്ന് ഒന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാലോ എന്ന്. കാര്യം ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട്. എന്നാൽ ഷഹനയുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ. എടി, പിന്നെ നിൻ്റെ ചെക്കനെ കാണാൻ എങ്ങനെയുണ്ട്? അത് കുഴപ്പമൊന്നുമില്ലടി. അത് പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വിളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ കൈ പിടിച്ചിങ്ങനെ നടക്കുന്നത്. എനിക്കിഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എടി, നിൻ്റെ ഫോണും തരുമോ? അതിനെന്താ, അപ്പം നിനക്ക് ഫോണില്ലേ? ഓ, കഷ്ടം തന്നെ കേട്ടോ. എന്താ ഇവിടെ ഫോണില്ലാത്തത്? അല്ല, അതവിടെയുണ്ട്, അത് ചാർജർ ഇട്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട്. ഓ, അങ്ങനെ അതാ അവൾ ആ ഫോൺ അവൾക്ക് നൽകുന്നു. പെട്ടെന്ന് അവൾ റൂമിലേക്ക് പോയി ആ നമ്പർ ഡയൽ ചെയ്യുന്നു. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അതാ ബാപ്പയുടെ ശബ്ദം, നൂറ. അതെ, അവൾ ഞെട്ടിപ്പിടഞ്ഞു. റബ്ബേ, അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു മൊബൈൽ ഫോൺ തട്ടിത്തെറിച്ച് പോകും എന്ന് വരെ തോന്നിപ്പോയി. അവൾ ശക്തമായി പിടിച്ചു. എന്താ നൂറ, എനിക്കിവിടെ പണി? പിന്നെ എൻഗേജ്മെൻ്റാണ്, നല്ല രീതിയിൽ നിൽക്കണം, മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് പിന്മാറാനൊന്നും നിൽക്കരുത് കേട്ടോ, ആദ്യം തന്നെ പറഞ്ഞേക്കാം. ബാപ്പ, ഒരു ബാപ്പയില്ല, എൻ്റെ ഇഷ്ടപ്പെടെ നടക്കും, അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നും നടക്കൂല. ഓ, ഭാഗ്യം പഠിച്ചോനെ. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മെസ്സേജ് അയച്ചു, ഷാഹുൽ, എൻ്റെ എൻഗേജ്മെൻ്റാണ് ഇന്ന്. അതുമാത്രം പറഞ്ഞുകൊണ്ട് അതാ മെസ്സേജ് അയച്ചു. അവൾ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചാറ്റ് ചെയ്തു അവളുടെ കൈകളിൽ കൊടുത്തു. ഇതാടി ഇന്നാ ഫോണ്. ഓ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കുറച്ചുകൂടിയൊക്കെ സംസാരിച്ചുകൂടിയിരുന്നോ? സംസാരിക്കാറെന്നല്ല, അത്യാവശ്യം ഒരു മെസ്സേജിന് വേണ്ടിയിട്ടായിരുന്നു. ഓ, അങ്ങനെ. അപ്പോഴേക്കും അത് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു. അവൾ ഫോണുമായി അല്പം അകലേക്ക് പോയി. പഠിച്ചോനെ, ഇനി അതിൻ്റെ റീപ്ലേ കാര്യങ്ങളെങ്ങാനും അതിൽ വന്നാൽ പ്രശ്നമാവോ? അവളോട് ഇനി കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ഫോണുമായി അല്പം അകലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ നൂറയുടെ മനസ്സാകെ പിടക്കുകയായിരുന്നു. റബ്ബേ, അതെങ്ങാനും റീപ്ലേ വന്ന് ഒരു പക്ഷേ ബാപ്പാൻ്റെ മുമ്പെന്നെങ്ങാനും അവളത് പറയുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ നൂറയുടെ മനസ്സ് തേങ്ങുകയായിരുന്നു. എൻഗേജ്മെൻറ്റിന് വേണ്ടി എല്ലാവരും എത്തിത്തുടങ്ങി. എന്നാൽ അതാ ബാപ്പ വിളിച്ച് പറയുന്നു, അതെ, അവരിങ്ങെത്തും ഇപ്പോൾ, നല്ല രീതിയിലൊന്ന് മാറ്റി ഒരുങ്ങി നിന്നോ. അവൾക്കതിന് തോന്നിയതേയില്ല. അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിന് എത്രമാത്രമൊക്കെ മാറ്റി ഒരുങ്ങണോ. എന്നാൽ അപ്പോഴേക്കും അവളുടെ ഫാമിലി അത് അവൾക്ക് നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ധരിപ്പിച്ച് കൊടുക്കുന്നു. അവൾ അതിലൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. മോളെ, ശരിക്കും നിൽക്ക്, പിന്നെ അവരിങ്ങെപ്പോൾ എത്തും. നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സുകളെല്ലാം അവളെ കൊണ്ട് അണിയിപ്പിച്ചു അവർ. അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ സങ്കടത്തോടു കൂടി നിന്ന്, എന്താ നൂറ, നിനക്ക് ഒരു സന്തോഷമില്ലാത്തത്? എന്ത് നീ ചിരിക്കാത്തത്? നീ എന്താ ഇങ്ങനെ? നിൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ ഇന്ന്? എല്ലാവരും അത് പറയുമ്പോഴും അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു.
കാര്യം മറ്റൊന്നുമല്ല, ഷാഹുലിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഷാഹുൽ സുഖമില്ലാത്ത അവസ്ഥയിൽ കൈകാലൊടിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഒരിക്കൽ പോലും കാണില്ലല്ലോ എന്നോർത്ത്. ഒന്നും ഉണ്ടായിട്ടില്ല, എന്തെന്നറിയില്ല. എനിക്ക് പാവം, അവന് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച പോലെയായിപ്പത്. വെറുതെ ആവശ്യമില്ലാതെ കുറേ അടിയും ഇടിയുമൊക്കെ വാങ്ങിയിട്ട് പാവം എന്താ ചെയ്യുക. എൻ്റെ കാരണം കൊണ്ട് അവൻ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു. പഠിച്ചോനെ, എന്തിനാണ് ബാപ്പ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമമായി. അവൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിട്ടും അവളുടെ മുഖത്ത് ഒരു തെളിച്ചം കണ്ടില്ല. അങ്ങനെയതാ ആളുകളെല്ലാം കൂടിത്തുടങ്ങി. അവളുടെ കൈകളിലായിട്ട് ഓരോരുത്തർ ഓരോ ബൊക്കകളും സ്വീറ്റ്സുകളും നൽകിക്കൊണ്ടിരുന്നു. ഒരുപാടുണ്ട്. ഇതെത്രയായിട്ടും തീരുന്നു പോലുമില്ല. അങ്ങനെ അവളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കാരണവന്മാരെല്ലാം ഒത്തുകൂടി അവർ ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ് ഇനി. എന്നാൽ നൂറയുടെ ബാപ്പ പറഞ്ഞു, കല്യാണം വേറൊരു ദിവസം, നിക്കാഹ് വേറൊരു ദിവസം. അത് വേണ്ട, നിക്കാഹും കല്യാണം ഒരൊറ്റ ദിവസം, അതോടുകൂടി പരിപാടി ചെയ്യണം. ഉപ്പയുടെ തീരുമാനം അതായിരുന്നു. എന്നാൽ പറഞ്ഞതനുസരിച്ച് തന്നെ അടുത്തയാഴ്ചയാണ് കല്യാണം. എല്ലാവരും പറഞ്ഞു, നൂറ, നീ ഇപ്പം തന്നെ വിഷമിച്ചാൽ എങ്ങനെ? വിവാഹം കഴിച്ച് പോകാനൊന്നായിട്ടില്ലല്ലോ, ഇപ്പം തന്നെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ? എന്നാൽ നൂറയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നില്ല. നൂറയുടെ മനസ്സിൽ അത് ഷാഹുൽ, അവനേറ്റ ഉപദ്രവവും അവൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിനെക്കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചത്. പാവം, അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക റബ്ബേ? എൻ്റെ കാരണം കൊണ്ട് അങ്ങനെയൊക്കെ അവന് വന്നു. എല്ലാവരും അവളോട് പറഞ്ഞു, നീ നിൻ്റെ മുഖത്തെ പഴയ പുഞ്ചിരി എന്താ ഇപ്പോൾ ഇല്ലാത്തത്? നിനക്ക് എന്തു പറ്റി? എന്താ ഈ ഒരു വിവാഹത്തിന് സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഭയമായിരുന്നു. സമ്മതമല്ല എന്ന് പറയാൻ ഒരിക്കലും പാടില്ല, കാരണം ബാപ്പയുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും. അതുകൊണ്ട് തന്നെ അവൾ പുഞ്ചിരിച്ചു. എല്ലാവരും എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ എന്തപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാൻ എനിക്കറിയുന്നില്ല. ഒരിക്കലും മനസ്സറിഞ്ഞിട്ട് ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്, പക്ഷേ എനിക്ക് മനമില്ല മനസ്സോട് കൂടിയുള്ളൊരു വിവാഹമാണിത്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയണില്ലല്ലോ. എനിക്കെങ്ങനെ അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയും? എനിക്കറിയണില്ല റബ്ബേ. ശരിക്കും നൂറ വല്ലാതെ വിഷമിച്ചിരുന്നു. ബാപ്പയെ പേടിച്ചിട്ട് മാത്രം വിവാഹത്തിന് സമ്മതിച്ചു. കാര്യം ഇനി എങ്ങാനും ഇതിന് സമ്മതമല്ലെന്നെങ്ങാനും പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കും ബാപ്പ. അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷാഹുലിൻ്റെ ഫോണിലേക്ക് വന്ന ആ ഒരു മെസ്സേജ് കണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റാണ് ഇന്ന്. ആ ഒരു മെസ്സേജ് കണ്ട അവൻ ഞെട്ടിപ്പോയി. അറിയാത്ത നമ്പറിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ്. ഒരു നിമിഷം അതാ അവൻ തിരിച്ച് മെസ്സേജ് അയച്ചു. ഇത് മനസ്സിലായില്ല, ഇത് ആരാ? പെട്ടെന്നാണ് അവളത് കണ്ടത്. അതെ, ഷഹന. ഓഹോ, അപ്പോൾ അവർ തമ്മിൽ എന്ത് ചാറ്റിംഗ് ഒക്കെ നടത്തി എൻ്റെ ഫോണിൽ കൂടിയാണ് പരിപാടി നടന്നത് അല്ലേ? ഓക്കെ, ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ആയ സ്ഥിതിക്ക് അവളുടെ പേര് വെച്ച് തന്നെ കൊടുക്കാം. ഞാൻ നൂറയാണ്, പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റാണ്. ആണോ നൂറ? അല്ല, നിനക്കെങ്ങനെ ഫ്രീ ആയിട്ട് ഫോൺ കിട്ടി? അതെ, അതെൻ്റെ മൂത്താപ്പയുടെ മോളെ ഫോണാണ്. ഓക്കെ, പ്രശ്നം വല്ലതാവോ പെണ്ണേ? എനിക്ക് പേടിയാണ് കേട്ടോ നിൻ്റെ കാര്യത്തിൽ. എൻ്റെ കാര്യത്തിൽ പേടില്ല, ഞാനെല്ലാം അനുഭവിച്ചതാണ്. നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വല്ല പ്രോബ്ലം ആയി കഴിഞ്ഞാൽ പിന്നെ നൂറ, എൻഗേജ്മെൻ്റായ സ്ഥിതിക്ക് ഇനി എൻ്റെ മോള് ഫോണ് യൂസ് ചെയ്യണ്ട കേട്ടോ. അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ മോളെ നിന്നെ വെച്ചേക്കില്ല. ദയവായി, മനസ്സിലെമ്പാടും സ്നേഹമുണ്ട്, ഒത്തിരി. നീ ഒന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം. എന്നാൽ അത് ഷഹന കാണുന്നു. ഓഹോ, അപ്പോൾ അവർ ഇത്രയും വലിയ കൃഷിയുണ്ട്, ഒരു പണി കൊടുക്കാം. ഇല്ല, എനിക്കൊരിക്കലും നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു വിവാഹത്തിനും എനിക്ക് സമ്മതമല്ല. ഷഹന അല്പം കളിയോടുകൂടിയും തമാശയോടുകൂടിയും ചെയ്തതാണ്. പക്ഷേ സീരിയസ്ലി
ആയിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതെ, എൻ്റെ പൊന്നു മോളല്ലേ, ഇക്കാൻ്റെ കുട്ടി എല്ലാത്തിനും സമ്മതിച്ചോളൂ കേട്ടോ. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ലേ, നല്ല ജീവിതം, നിൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ജീവൻ തന്നെ ആകട്ടെ. അല്ലാതെ ഒരിക്കൽ പോലും ഇഷ്ടമില്ലാതെ പൊരുത്തമില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ മോളെ. എന്നാൽ അവൾ സ്മൈലിട്ടു കരയുന്നേ. ഇക്ക, നിങ്ങളില്ലാതെ എന്നെക്കൊണ്ട് ആവില്ല ഇക്ക, പ്ലീസ്, എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. ഷഹനയുടെ മെസ്സേജ് അതാ വീണ്ടും വന്നു. എന്നാൽ അവൻ വിചാരിക്കുകയാണ്, ഇതിപ്പോൾ നൂറ് എന്താ ഇത്രയധികം മെസ്സേജ് അയക്കുന്നത്? അവൾ ഇങ്ങനെ അയക്കാറില്ലല്ലോ, സാഹിത്യവും എല്ലാം കലർന്ന രീതിയിലാണ്. അല്ല, ഫോണിപ്പോൾ ഇതെങ്ങനെ കിട്ടി? എന്താ പറഞ്ഞ, മൂത്തമ്മാൻ്റെ മോളതോ എന്തോ പറഞ്ഞല്ലോ. ഓ, എന്നാലും ഇത്രമാത്രം. ഇക്ക, അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ പോരുകയാണ്, എനിക്കിവിടെ നിൽക്കണ്ട. ആരുമായുള്ള വിവാഹത്തിനും ഞാൻ തയ്യാറുമല്ല. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ സമ്മതമില്ലാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് പ്ലീസ്, എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. നിങ്ങൾ വരുമോ? ഞാൻ വരാം നിങ്ങളുടെ കൂടെ. എന്താ, പറ്റില്ലേ? ശരിക്കും അതാ നോറയുടെ ആ മെസ്സേജ് കണ്ട അവൻ ഞെട്ടി. മോളെ, നീ പ്രശ്നമുണ്ടാക്കല്ലേ. അതായത് ഒന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്താൽ ഒരിക്കലും ജീവിതം ഹയറാവില്ല. നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യല്ല മോളെ. കാര്യം, നിൻ്റെ ബാപ്പയും ഉമ്മയും നിനക്ക് നടത്തി തരുന്ന വിവാഹത്തിനും വേണ്ടി മാത്രം നീ പങ്കെടുത്താൽ മതി. വേറൊന്നും ചെയ്യണ്ട, തെറ്റായ രീതിയിലൊന്നും ജീവിക്കേണ്ട. കാര്യം, എനിക്കൊരു അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഈ രീതിയിലുള്ളതൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ഹലാലായ ഹയറായ മാർഗത്തിൽ അള്ളാഹു നൽകുന്നത് മതി പെണ്ണെ. ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ട ഷഹന പറഞ്ഞു, ഇക്ക, എനിക്ക് നടക്കില്ല, എനിക്കതിന് കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ അതാ ഷാഹുലിനോട് മെസ്സേജ് ചെയ്ത് അവൾക്ക് അതൊരു ഹരമായി മാറി എന്ന് തന്നെ പറയാം. എന്നാൽ അവൾക്ക് വേറെ പലതും അവനോട് ചോദിക്കണം, പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ അത് എങ്ങനെ എന്നുള്ള രീതിയിൽ. എന്നാൽ പാവം നൂറ ഇതൊന്നും അറിയുന്നില്ല. ഷഹന ശരിക്കും മെസ്സേജ് അയക്കുന്നുണ്ട് അവൻക്ക്. നൂറ പാവം വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അവിടെ. എന്നാൽ അതിനിടയിൽ ഷഹന ശരിക്കും ഹരം കൊണ്ടിരിക്കുന്നു. അവനോട് ഇമോഷണലായിട്ട് നല്ല രീതിയിൽ അവൾ പറയുന്നുണ്ട്. അവൻ്റെ മറുപടിയും കാത്തുകൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ ഈ സമയം അത് ഷഹനയുടെ ഉമ്മ, ഈ ഷഹനത് എവിടെ പോയി കിടക്കുക? അവളെന്ത് ഇത്രയും ദൂരത്ത് അവിടെ പോയിക്കണേ? ആൾക്കാർക്ക് ഇവിടെയാണല്ലോ, എന്താ അവൾ അവിടെ പോയിക്കണേ? പാവം നമ്മുടെ നൂറ ഇതൊന്നും അറിയുന്നില്ല. അതെ, താൻ ഇഷ്ടപ്പെട്ട ആളോട് ആണ് അവൾ ചാറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും. എന്നാൽ അവനാണെങ്കിൽ ഒരിക്കൽ പോലും അറിഞ്ഞില്ല അത് തൻ്റെ നൂറയല്ല എന്നുള്ളത്. എന്നാൽ അതാ ഷഹനക്ക് പതുക്കെ പതുക്കെ അവനോട് ഒരു ഇഷ്ടം കൂടി തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാൽ നമ്മുടെ ഷാഹുൽ വിചാരിക്കുന്നു, മോളെ നൂറ, നീ എന്താ ഈ സമയത്തും എന്നോടിങ്ങനെ ചാറ്റ് ചെയ്യുന്നത്? അതെ, അവിടെ ആളുകളൊക്കെ ഇല്ലേ, ഫോൺ വാങ്ങി വെക്കൂലേ നിൻ്റെ? എന്താ ഇപ്പോൾ തീരെ ഭയമില്ലാതായോ? എന്താ പെണ്ണെ നീ ഇങ്ങനെ? അതെ, നമ്മൾ തികച്ചും തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. ഞാനും നീ മെസ്സേജ് അയക്കുന്നത് തികച്ചും തെറ്റാണ്. അതായത് ഹറാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഹലാലാക്കാമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഞാൻ പടച്ച റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ നിൻ്റെ എൻഗേജ്മെൻറ്റാണ് ഇന്ന്. അതെ, വിവാഹത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു. ഇനി ഒന്നിലും ഒരു മാറ്റവുമില്ല. പൊന്നുമോളെ നൂറ, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ അങ്ങ് കഴിഞ്ഞു കൂടട്ടെ. അതെ, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് നിങ്ങളെ തന്നെ വേണം. ശരിക്കും അതാ നൂറ എഴുതുന്ന പോലെ മെസ്സേജിൽ അവൾ അങ്ങനെ എഴുതി വിട്ടു. ശരിക്കും അവന് തന്നെ തോന്നിപ്പോയി, എന്താ റബ്ബേ ഇത്, ഇത്ര പേടില്ലാതെ ഇവൾ ആരെ ഫോൺ എടുത്തിട്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്? ഇക്ക, എന്തൊക്കെ തന്നെയാലും മനസ്സിൽ ഉണ്ട് കേട്ടോ, ഒരിക്കലും പോകില്ല. പിന്നെ എന്നുമില്ലെങ്കിലും ഒരു ഒന്നരാടമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കണം, എങ്കിലാണ് എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. ഷഹനയുടെ ആ ഒരു ചതി ഒരിക്കൽ പോലും അവൻ അറിഞ്ഞില്ല. പാവം അവളും അറിഞ്ഞില്ല. നൂറ് ഷാഹുലിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ അതാ ഷഹന ഷാഹുലിന് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നുമുണ്ട്. എന്നാൽ ആ രാത്രിയിൽ അവൻ പറഞ്ഞു, നൂറ, ഫോൺ എടുത്ത് വെച്ച് ഉറങ്ങാൻ നോക്ക്. ഒരിക്കൽ പോലും ഈ രാത്രി പാതിരാത്രിയിൽ
മെസ്സേജ് അയക്കുന്നത് ശരിയല്ല. അങ്ങനെ പോവല്ല മുത്തേ. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാലോ എന്ന് കരുതിയിട്ടാണ്. ശരിക്കും അവളുടെ ധൈര്യം കണ്ടിട്ട് അവൻക്ക് എന്തൊക്കെയോ തോന്നി. എന്തപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവൾ ഇത്ര ധൈര്യശാലിയായോ? അല്ലെങ്കിൽ ഒന്ന് വിളിക്കുവാൻ, ഒരു മെസ്സേജ് അയക്കുവാൻ തന്നെ വിറച്ച് കൈകൾ കൊണ്ടുമായി. പക്ഷേ ഇതിപ്പോൾ ഇത്രയും കൂളായിട്ടാണല്ലോ മെസ്സേജ് അയക്കുന്നത്. എന്നാൽ അവസാനമായി അവൻ പറഞ്ഞു, നൂറ, ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. എന്നാൽ അവൾ അപ്പോൾ തന്നെ റീപ്ലൈ കൊടുത്തു, ഇക്കാക്ക് എന്നോട് സ്നേഹമല്ലേ? ആയിക്കോട്ടെ, അല്ലെങ്കിലും സ്നേഹിച്ചവർക്ക് എന്നെ വിട്ടു പോവല്ലേ? എന്നാൽ അവളുടെ കണ്ണീരോടെയുള്ള ആ ഒരു വാക്കുകൾ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. മോളെ, വിഷമിക്കേണ്ട. പഠിച്ച റബ്ബ് നമ്മളെ ഈ ദുനിയാവിൽ ഒരു പക്ഷേ ഒരുമിപ്പിക്കാൻ വിധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും നിൻ്റെ ഇക്കാക്കയുടെ രൂപത്തിലായിട്ട് ഞാൻ നിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും, ഇൻഷാ അല്ലാ. താങ്ക് യു മുത്തേ. അവൾ അപ്പോൾ തന്നെ റീപ്ലൈ കൊടുക്കുകയും ചെയ്തു. എന്നാൽ പാവം നമ്മുടെ നൂറ ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.